السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه الفائزين. أما بعد. ബഹുമാനവും സ്നേഹവും നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ശ്രോതാക്കളെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം മഹാനായ ഇമാം സുയൂത്തി റഹിമഹുല്ല തങ്ങൾ നമ്മളോട് ഉപദേശിച്ച വലിയ ഒരു ചിന്താർഹമായ, ഗഹനാർഹമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം അനുഷ്ഠിക്കുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മാർഗമായി നാം സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഉന്നതമായ സ്ഥാനത്തിലേക്ക് നമുക്കെത്താൻ സാധിക്കും. പ്രത്യേകിച്ചും അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കും. എന്ന് പറയുമ്പോൾ ഈ വിഷയങ്ങൾ വലിയ ഒരു നമുക്ക് ചെയ്യാൻ പറ്റാത്തതോ അല്ലെങ്കിൽ പ്രയാസമുള്ളതോ ആയ കാര്യങ്ങളൊന്നുമല്ല. മറിച്ച് നമ്മുടെ വീട്ടിലുള്ള, നമ്മുടെ പിഞ്ചു പൈതങ്ങളുടെ ജീവിതത്തിലുള്ള അല്ലെങ്കിൽ അവരിലുള്ള സ്വഭാവ ഗുണങ്ങളാണ്. അപ്പം ചെറിയ ചെറിയ മക്കളിലുള്ള സ്വഭാവ ഗുണങ്ങളാണ് ഈ പറയാൻ പോകുന്ന വിഷയം. ഇത്തരം സ്വഭാവം വലിയവരായ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് നടക്കുകയാണെങ്കിൽ വലിയ ഒരു നേട്ടം നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കും. മഹാനായ ഇമാം സുയൂത്തി റഹിമഹുല്ല തങ്ങൾ പറയുന്നത് അപ്രകാരം തന്നെയാണ്. ഖംസു ഖിസ്വാലിൻ ഫിൽ ലതുഫാലി ലൗ കാനത്ത് ഫിൽ കിബാരി മഅ റബ്ബിഹിം ലകാനു ഔലിയാആ. എന്തൊരു വാക്കാണ്! മഹാനവറുകൾ പറയുകയാണ്, ഖംസു ഖിസ്വാലിൻ, 5 കാര്യങ്ങൾ, ഫിൽ ലതുഫാലി, മക്കളിലുണ്ടാകുന്ന അല്ലെങ്കിൽ മക്കളിലുള്ള ചെറിയ ചെറിയ കുട്ടികളിലുള്ള 5 കാര്യങ്ങൾ, ലൗകാനത്ത് ഫിൽ കിബാരി മാ റബ്ബിഹിം, ആ വിഷയങ്ങൾ, ആ കാര്യങ്ങൾ വലിയവരിൽ ഉണ്ടാവുകയാണെങ്കിൽ, വലിയവർ അത്തരം സ്വഭാവ ഗുണങ്ങൾ തൻ്റെ റബ്ബിനോട് വെച്ചു പുലർത്തുകയാണെങ്കിൽ, ലകാനു ഔലിയാആ, അവർ ഉന്നതന്മാരായ ഔലിയാക്കളുടെ സ്ഥാനത്തിൽ എത്തിത്തീരും എന്ന് മഹാനവറുകൾ പറയുകയാണ്. അപ്പം മക്കളിലുണ്ടാകുന്ന ഈ 5 സ്വഭാവ ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടായാൽ, വലിയവരിൽ ഉണ്ടായാൽ, എന്ന് വെച്ചാൽ നമ്മൾ അള്ളാഹുവിനോട് അത്തരം സ്വഭാവം വെച്ചു പുലർത്തുകയാണെങ്കിൽ ഔലിയാക്കളുടെ സ്ഥാനത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുമെന്ന് മഹാനവറുകൾ പറയുകയാണ്. ഏതാണ് ആ 5 വിഷയങ്ങൾ? നമുക്കൊന്ന് പരിശോധിക്കാം. മഹാനവറുകൾ പറയുകയാണ്, 1, ലാ യഹ്തമ്മൂന ബിർറിസ്ഖി, ഭക്ഷണത്തിൽ അവർ പ്രത്യേകം ശ്രദ്ധ പുലർത്തുകയില്ല. അല്ലെങ്കിൽ ഭക്ഷണം കിട്ടണമെന്ന്, അല്ലെങ്കിൽ അമിതമായി ഭക്ഷിക്കാനുള്ള ആഗ്രഹം, റിസ്ക് അത് വേണമെന്ന്, അല്ലെങ്കിൽ ആ റിസ്കിൽ അങ്ങേ അറ്റത്തെ അലച്ച, അല്ലെങ്കിൽ അതിൽ ആഗ്രഹം വെച്ചു പുലർത്താതെ ജീവിക്കുന്നവർ. അങ്ങനെയാണല്ലോ നമ്മുടെ മക്കളുടെ സ്വഭാവ ഗുണങ്ങൾ. അവർക്ക് ഭക്ഷണം കിട്ടിയാലും വേണ്ടില്ല, കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല. ഭക്ഷണം തിന്നാൻ തീരെ കൂട്ടാക്കാത്തവരാണ് നമ്മുടെ മക്കൾ, അല്ലേ? ഭക്ഷണം കൊടുത്താൽ പോലും തിന്നാൻ കൂട്ടാക്കാത്തവരാണ്. അപ്പം ആ ഒരു സ്വഭാവം വലിയവരിൽ ഉണ്ടാവുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ ഇതിൻ്റെ അർത്ഥം ഭക്ഷണം കഴിക്കണമെന്നല്ല, ഭക്ഷണത്തിനോട് അങ്ങേ അറ്റത്തെ അലച്ച, അങ്ങേ അറ്റത്തെ ആഗ്രഹം ഉണ്ടാവാതിരിക്കുക, എന്നാൽ ഉന്നതമായ സ്ഥാനത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും എന്നതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമതായി മഹാനവറുകൾ പറയുകയാണ്, ലാ യഷ്കൂന മിൻ ഖാലിഖിഹിം ഇദാ മരിളൂ, രോഗം വന്നാൽ, രോഗബാധിതരായാൽ അള്ളാഹുവിനോട് പരാതി പറയാതിരിക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിനോട് പരാതിപ്പെടാതിരിക്കുക, അള്ളാഹുവിനെ ആക്ഷേപിക്കാതിരിക്കുക. നമുക്കെന്തെങ്കിലും രോഗങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ടായാൽ അതിൻ്റെ പേരിൽ അള്ളാഹുവിനോട് പരാതിപ്പെടുക. എനിക്ക് എന്തിനാണ് റബ്ബ് ഇങ്ങനെയുള്ള രോഗം തന്നത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നിങ്ങനെ അള്ളാഹുവിനോട് പരാതിയും ആവലാതികളും ആക്ഷേപങ്ങളും പറയാതിരിക്കുക.
എന്നാൽ ഉന്നതമായ സ്ഥാനത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ഈ സ്വഭാവവും നമ്മുടെ മക്കളിൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? ചെറിയ ചെറിയ മക്കൾ, അവർക്ക് രോഗം വന്നാൽ അവരവരുടെ മാതാപിതാക്കളോടോ പിന്നെ രക്ഷിതാക്കളോടോ ഒന്നും പറയില്ല. അത് പറയാതെ തന്നെ അവർക്ക് രോഗമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരവരുടെ പാടിൽ എങ്ങനെ ജീവിച്ചു പോകും. അവരവരുടെ കളി വിനോദങ്ങളിലായി കഴിഞ്ഞുകൂടും. പിന്നെ അങ്ങേയറ്റം പ്രയാസം വരുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിലേക്കോ മദ്രസയിലേക്കോ പോവാതിരിക്കണം എന്നൊരു കാരണം കൊണ്ട് മാത്രമേ അവരെന്താക്കുള്ളൂ, രോഗം മാതാപിതാക്കളോട് പറയുകയുള്ളൂ. അപ്പോൾ രോഗം വന്നാൽ അവർ മറച്ചു വെക്കും. അപ്പോൾ ഇതുപോലെ നമ്മളാവുകയാണെങ്കിൽ റബ്ബിനോട് പരാതിപ്പെടാതെ അതിൽ ക്ഷമിച്ചും കൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ച് ജീവിക്കുകയാണെങ്കിൽ ഉന്നതമായ സ്ഥാനത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. മൂന്നാമതായി മഹാൻ പറയുകയാണ്, യഅ്കുലൂന ത്വആമ മുജ്തമിഈൻ, ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സുന്നത്തും കൂടിയാണ്, ചര്യയാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും, ഒരു കുടുംബാംഗങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും ഒരു മേശപ്പുറത്ത് ചുറ്റുമിരുന്നും കൊണ്ട് സന്തോഷത്തോടെ ഒന്നിച്ച് കഴിക്കുക എന്നത് ഇത് വലിയ ഒരു ഉത്തമമായ സ്വഭാവ ഗുണമാണ്. ഈ സ്വഭാവം നമ്മുടെ മക്കളിൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? ചെറിയ ചെറിയ മക്കൾ അവർ കൂട്ടത്തോടെ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഈ ഒരു സ്വഭാവ ഗുണം നാം നമ്മുടെ റബ്ബിനോട് കാണിക്കുകയാണെങ്കിൽ ഉന്നതമായ ഔലിയാക്കളുടെ സ്ഥാനത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും എന്ന് ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് പഠിപ്പിക്കുകയാണ്. നാലാമത്തെ കാര്യം, ഇദാ ഖാഫു ജറത്ത് ഉയൂനുഹും ബിദ്ദുമൂഅ്, പിന്നെ പേടിച്ചാൽ അവരുടെ കണ്ണ് വെള്ളം കൊണ്ട് നിറയും. നമുക്കറിയാം, നമ്മുടെ ചെറിയ ചെറിയ മക്കൾ, അവർക്ക് എന്തെങ്കിലും പേടിയുണ്ടായാൽ, ഭയമുണ്ടായാൽ അവരുടെ കണ്ണീരിങ്ങനെ വലിക്കും. അപ്പോൾ ഇതേപോലെ ഉള്ള ഒരു സ്വഭാവം വലിയവരാകുന്ന നമ്മൾ നമ്മുടെ റബ്ബിനോട് കാണിക്കുകയാണെങ്കിൽ, അള്ളാഹുവിനെ പേടിച്ചു നാം കരയുകയാണെങ്കിൽ, നമ്മുടെ കണ്ണുനീര് നാം ഒലിപ്പിക്കുകയാണെങ്കിൽ, ലക്കാനു ഔലിയ, അവർ ഔലിയാക്കളുടെ സ്ഥാനത്തിൽ എത്തിപ്പെടും എന്ന് മഹാൻ പഠിപ്പിക്കുക. അഞ്ചാമത്തെ വിഷയം, ഇദാ തഖാസമു സാറഉ ഇലസ്സുൽഹി, എന്തെങ്കിലും വഴക്കുവക്കാനങ്ങൾ ഉണ്ടായാൽ, എന്തെങ്കിലും പരസ്പരം തെറ്റിപ്പിരിഞ്ഞാൽ പെട്ടെന്ന് അവരെന്താകും, നന്നാവും. പെട്ടെന്ന് അവരെന്താവും, പിന്നെ അവരുടെ ഇടയിലുള്ള കലഹങ്ങൾ അവസാനിപ്പിച്ചും കൊണ്ട് അവരെന്താവും, ഒന്നിക്കും. ഇത് ചെറിയ മക്കളുടെ സ്വഭാവ ഗുണമാണ്. മക്കൾ പരസ്പരം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പറയുകയോ പരസ്പരം അങ്ങോട്ടിങ്ങോട്ട് അടിപിടി കൂടുകയോ ചെയ്താൽ അടുത്ത നിമിഷത്തിൽ തന്നെ എന്താവും, അവർ ഒന്നായിത്തീരും. അവരുടെ പ്രയാസങ്ങൾ, അവരുടെ ആ വിഷമങ്ങൾ മറന്ന്, അവരുടെ ആ ദ്വേഷം മറന്ന് അവർ പരസ്പരം കെട്ടിപ്പിടിക്കും. അവർ രണ്ടാമതും ഒന്നിച്ച് കളിക്കാൻ കൂട്ടാക്കും. ഈ ഒരു സ്വഭാവ ഗുണം വലിയവരായ നമ്മളിലുണ്ടായാൽ, മനുഷ്യനാവുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് വക്കാനങ്ങൾ സ്വാഭാവികമാണ്, കലഹങ്ങൾ സ്വാഭാവികമാണ്, ദ്വേഷം കൂടുക എന്നത് സ്വാഭാവികമാണ്, അത് മനുഷ്യ സഹജമാണ്. എന്നാൽ അത് കാലാകാലം മനസ്സിൽ വെച്ചിരിക്കാതെ പെട്ടെന്ന് തന്നെ അത് അവസാനിപ്പിച്ചും കൊണ്ട് പരസ്പരം സുൽഹായി, നന്നായി, ഐക്യത്തോടെ ജീവിക്കുകയാണെങ്കിൽ മഹാനായ ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് പറയുകയാണ്, ലഖാനു ഔലിയാ, അവർ ഔലിയാക്കളുടെ ഉന്നതമായ ആ സ്ഥാനത്തിലേക്ക് എത്തിപ്പെടും എന്ന് മഹാൻ പഠിപ്പിക്കുകയാണ്. ഇതൊക്കെയും മഹാന്മാരായ സ്വാലിഹീങ്ങളുടെ സ്വഭാവ ഗുണങ്ങളാണ്. ഇത് നമ്മുടെ ചെറിയ മക്കളിൽ ഈ എല്ലാ സ്വഭാവ ഗുണങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വലിയവരാകുന്ന നമ്മളും ഇത്തരം സ്വഭാവ ഗുണം ജീവിതത്തിൽ കൈമുതലാക്കി ജീവിക്കുകയാണെങ്കിൽ വലിയ ഒരു നേട്ടം നമുക്ക് പിന്നെ ഇരുലോകത്തും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പടച്ച റബ്ബ് നമുക്കെല്ലാം അതിന് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഇടയിൽ അല്ലാഹു തആല ഐക്യവും സന്തോഷവും നിലനിർത്തി തരുമാറാവട്ടെ. ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മളെയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.